ഷോ മീൻ മേടിക്കാൻ പോയാൽ കാണുന്നില്ലല്ലോ. എന്നാ കറി വെക്കൊണ്ട് ഇടാ മോന്തിയായി ഈ ചീരയാറ്റം പറിച്ച് വെക്കാൻ പോയി ചെറുതാക്കാൻ ചെറു എപ്പോ അങ്ങനെ പോയാ വരികയില്ലേ. കുറച്ച് വൈകിപ്പോയാ ഇതാ മീൻ ഇതാ. അല്ല നിങ്ങ എത്ര സമയമായി പോയിട്ട് ഞാൻ നിങ്ങളെ പെരുതി പറ്റുന്നില്ല. എന്നാ മീൻ കിട്ടീനി? പിന്നെ പെരുതി വരുന്ന ആള് ഒരു കൂർക്കം കൂർക്കുമ്പോ ഓടി വിളിക്കുന്ന ആളാണ്. തമാശ പറയല്ല കേട്ടാ. ഇതാ അയിലയാണ് ഇന്ന്. നിങ്ങക്ക് അയിലേ മേടിച്ചോടൂ. ആള് പറയാൻ തുടങ്ങി അയില മത്തി അയില മത്തി. എന്നാണിത് പോക്കറ്റില് പൈസ നോക്കിട്ടല്ലേ വാങ്ങാൻ പറ്റൂലൂ. ആള് ഏട്ടിണ്ടായിനി. ഏട്ട വാങ്ങിക്കൊണ്ടെന്ന് ചീത്തയും പറയും. മുറിക്കാനാവൂല പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്നാ വാങ്ങണ്ട്. നമ്മളെ പൈസ നോക്കിട്ട് നമുക്ക് വാങ്ങാൻ പറ്റൂലൂ. നിങ്ങളുടെ ആർക്കാ പറഞ്ഞ് ജയിക്കാൻ കഴിയുന്നത്? ഒരു മാങ്ങയുണ്ട് അതിട്ടിട്ട് ഞാൻ കറി വെക്കും. മാങ്ങിട്ടിട്ട് അതിലൊക്കെ അറിയാ അതെ മാങ്ങിട്ടിട്ട് അതിലെ കറിയിലും വെക്കാം. രസം ഉണ്ടാവുക. മത്തിയല്ലേ വെക്കല്? ആരാ വെക്കുന്നു? മത്തിയല്ലേ വെക്കല് മാങ്ങിട്ടിട്ട്? മത്തി വെക്കാം, ചോന്നമീൻ വെക്കാം, അയില വെക്കാം, എല്ലാം വെക്കാം, പരലുകള് വെക്കാം. കൊളാക്കല്ലേ അങ്ങായി. ചെറുതാന്ന് ചെറുതെന്നല്ല ഇടത്തരാണ്. രണ്ടൂന്നെണ്ണേ ആക്കൂല കേട്ടാ. ബാക്കി നാളെ രണ്ടു മൂന്നെണ്ണം ആവുക എല്ലാവർക്കും എത്തുക. കറിയുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാറിന്റെ ഈ ചീരയോ? ചീര ഇനി എന്തായാലും അത് നാളെ വെക്കാം. നാളെ ഒന്നും വെക്കണ്ട. അത് മുറിച്ച് അത്രല്ലേ ഇല്ലും. ഇനി പറിക്കണം, അത് പറിക്കണം. എന്നാ വറവാക്കിക്കോ അതെടുത്ത് കുറച്ചിട്ട്. അപ്പൊ നമ്മുടെ ചീര കുറച്ചേ ഇല്ലു. അതിന് കുറച്ച് പച്ചച്ചിരിയും കൂടെ അരിയല്ലേ? പച്ചച്ചീര ഒന്നല്ല, ചോന്നത് ചോന്നത് എത്ര ഇല്ലും മതിയാ. ഇവിടെ ഒന്ന് രണ്ട് ചോന്നയും കൂടി ഉണ്ടേ. നമ്മള് പച്ചച്ചീര ചെയ്തു കേട്ടാ. പച്ചച്ചീര പൂക്കാൻ തുടങ്ങിയല്ലേ? ഇതാ പൂക്കാൻ തുടങ്ങി. ഉണ്ട് എന്നാ അല്ലേ? മതിയില്ലേ? പച്ചച്ചീര കൂടെ അരിയണേന്നാ പുഴുവാ? പുഴുവൊന്നും ഉണ്ടാവില്ല. എന്നാ ഇല്ലെന്ന് വെച്ചാ നിങ്ങൾക്കായി. നിങ്ങക്ക് വേണ്ടേ? ഞാൻ എന്റെ ഭർത്താൻ കേട്ട ഞാനെല്ലാം കൂട്ടൽ തോന്നില്ല. വെറുതെ പറയാൻ പാടില്ല. അതും കൂടെ വേണം മുറിച്ചോ. അതും കൂടെ വേണം മുറിച്ചോ. പച്ചച്ചിരിയല്ലേ? ആ എന്നാ പിന്നെ എന്നാ പിന്നെ ഇതിനെ കൊണ്ടാക്കുന്ന ചോന്നുണ്ട് കേട്ടാ. ചോട്ടി കളയല്ല. ബാക്കി ആടെ രണ്ട് കപ്പത്തയ്യുണ്ട് കളഞ്ഞക്കല്ല. അവര് പറഞ്ഞു നമ്മ ചീരാക്കണം. കപ്പത്തയ്യ കളഞ്ഞക്കല്ലേ? എന്തിയാ നേരത്തെ പറിക്കാറ്റേ നീ ഫ്രഷ് ഐഡിയ ആണ് അല്ലേ? തിന്നണ്ടേ അല്ലേ? വളർത്താന്ന് കണ്ണതറ ചേച്ചിയോട് നമ്മ കണ്ണതറ കണ്ണതറ ചേച്ചിയോട് ഞാൻ വാങ്ങല്ലോ അധികം. ചന്തപ്പ ചേച്ചിയോട് വാങ്ങലുണ്ടേ. നമ്മളെ ചന്തപ്പുണ്ട് ചേച്ചി. നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചിയാണ്. കണ്ണതറ ചേച്ചി ഇപ്പം കാണലുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ. പറഞ്ഞു എന്നോട്. ചേച്ചിമാരുടെ എന്റെ ചങ്ങായി ചേട്ടന്മാരിലും വാങ്ങലുണ്ട്. കണ്ണതറ ചേച്ചിയാണ് കുറച്ച് കൂടുതൽ തരും. പാവം ചേച്ചിയാണ്. ആരധികം തരുന്നു അവരോട് വാങ്ങും. അതല്ലേ? ആരാ മുമ്പ് കണ്ടിന് അവരോട് മേടിക്കുന്ന സ്ഥിരം വാങ്ങുന്നുണ്ടെങ്കിൽ ആരാ അധികം തരുന്നത് അവരോട് വാങ്ങല്. അതിന് പിന്നെ ചേച്ചി ചേട്ടനൊന്നുമില്ല. തല എടുക്കുന്നില്ലേ? കളയല്ലേ? അതിനിപ്പോ ഇട്ടാ മതി. അതിന് കറിയപ്പുരം അല്ല പിന്നെ അതൊന്നും ആക്കി ചെറുങ്ങാക്കിക്കോ. കളയല്ല. വേറെ നിങ്ങക്ക് കാണിച്ചു തരാം. ഇതാ എന്റെ ഷൂ ഇതാ ഇട്ടിട്ടുണ്ട്. കൊറേ പഴയ ഷൂ ഉണ്ട്. അതെല്ലാം ഞാൻ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇടും. എന്റെ ഷൂ ഇവള് ഇടും. പിന്നെ കൊറേ 2-3 ഷൂ ഇതാ. നമ്മുടെ ഇവിടെ ഒരു നായി ഉണ്ട് അല്ലെ? ചെറിയ നായ്ക്കുഞ്ഞുങ്ങള് കടിച്ചു കളഞ്ഞു പുതിയ ഷൂ. അങ്ങനെ വേണമെന്നാ നീ അങ്ങനെ പറയും. പൂച്ച കരയുന്ന ഭക്ഷണം ഇട്ട് കൊടുക്കും. കൈ അടിച്ചല്ലേ? എടുത്ത് അങ്ങോട്ട് പോയിക്കോ. നല്ല സ്ഥലത്ത് വെച്ച് തിന്നു. അപ്പുറത്ത് 2 പട്ടിക്കുട്ടന്മാരുണ്ടേ.
എന്നടാ പൊട്ടുന്ന പൂച്ചോക്കറ പാല് പൊന്തിച്ചേക്കുന്നു അല്ലേനും കൊടുക്കണം അല്ലേ എല്ലാം എല്ലാം ദ്രോഹാണ് എന്നാലും കാണുമ്പോ കൊടുക്ക നമ്മളെ ചെരുപ്പ് കടിച്ചു കളഞ്ഞതാണ് എന്നെങ്കിലും നല്ല പുതിയത് പാവല്ല അല്ലേ എല്ലാരും ഭൂമിന്റെ അവകാശികളന്നെ അല്ലേ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. അപ്പൊ നമ്മുടെ പച്ചമാങ്ങയുടെ തോല് കളയട്ടെ. അപ്പൊ അല്ലാതെ നമുക്ക് കുറച്ച് സഹായിക്കാം. അപ്പോ നമ്മുടെ സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവാള. അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് 3-4 അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, നമ്മുടെ അയില കൂട്ടന്മാരെ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അരിഞ്ഞു നോക്കണേ, അരിഞ്ഞിട്ട പട്ടണീൻ്റെ തോല് ഒന്ന് ചെത്തിക്കളെ. അപ്പൊ നമ്മുടെ വരഞ്ഞു വെച്ച നമ്മുടെ അയില മീനിലേക്ക് നമ്മുടെ പച്ചമാങ്ങ, സവാളയുടെ പകുതി, ഒരു സവാളയുടെ പകുതി, കറിവേപ്പില, നമ്മുടെ പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കയിലൊക്കെ. ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂണ്, സാദാ മുളക് പൊടി 1 സ്പൂണ്. 1 സ്പൂൺ ഇല്ലേ? അപ്പൊ നമ്മുടെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയെ, പാകത്തിന് ഉപ്പ്. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതിലേക്ക് മസാലയൊന്ന് പിടിപ്പിക്കുക. ഇലയായതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. മതിയാവൂടോ? ക്യാമറക്ക് പിറകെ അധികമുണ്ട്. മതിയാ? കുറച്ചുകൂടെ വെള്ളം വേണ്ടേ? കുറച്ചുകൂടി വേണം. ഇല്ലേ? മതിയാ? ഇത് കുറച്ച് സമയം ഒന്ന് വെക്കാം, ഒരു 10 മിനിറ്റ്. അപ്പൊ നമുക്ക് തീയിലൊന്ന് കത്തിക്കാം. നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. എടുക്ക് ഓൾക്കടിയാ? ഓൾക്കടി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കളവ് പറയുന്നത് അന്ന് സൂര്യാട്ടം വന്നിട്ട് ഓല വിളിച്ച് കുറെ ഓൾക്കടി ഉണ്ടായിട്ട് ഇല്ല, ബാക്കിയില്ല. എടുക്കാൻ തന്നെ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടേ, വെളിച്ചെണ്ണ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മുടെ സവാള, പകുതി സവാള, ഒരു ഉള്ളി ഒടിച്ച് അതിന്റെ പകുതി വഴറ്റി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, തക്കാളിയെ അരമുറി തക്കാളി. തക്കാളിയെല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല പൊടി ഇടിച്ച നമ്മുടെ അയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പുറം പൊന്തിക്കുന്ന അയില ആ സൈഡ് മുങ്ങിക്കെട്ട് മസാല മുങ്ങിട്ട് തീ കത്തിക്ക്. ഇപ്പം എന്തായി നോക്കട്ടെ. ഇപ്പൊ കറിയെല്ലാം നല്ല വൃത്തി തളിച്ചിട്ടുണ്ട്. വെന്തു അല്ലേ? വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ചേർത്ത നമ്മുടെ അയില കറി റെഡി ആയിട്ടുണ്ട്. എടുത്തു നോക്കാം അല്ലേ? ഇത് എടുത്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിനെക്കാട്ടി നല്ല വൃത്തി കുറുകി വരും അല്ലേ? കുറച്ച് സമയം വെക്കണം. നമ്മൾ ചോറിന നമുക്ക് നല്ല വൃത്തി കുറുകി വരും. ഇനി എന്നാൽ ചീര വറവാക്കാണ്ട് അല്ലേ? അപ്പൊ ഇതെടുക്കാം. ഇനി അടുത്ത് ചീര
ഒന്ന് വറവാക്കാം. അങ്ങനെ നമ്മുടെ ചീര വറവും ആയിട്ടുണ്ടേ. അയ്യല്ലേ എടുത്ത് വെച്ചോ. എൻ്റെ ഏകദേശം ഒന്ന് പെരക്ക അല്ലേ. അപ്പം അല്ലാതെ കുറച്ച് ചോറുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ മാങ്ങിയിട്ട് അയിലക്കറി കുറച്ച് കോരി എടുക്കേ. നല്ല കുറച്ച് കുറിയിനി ചോറ് ഇങ്ങോട്ട് പിടിക്കും. അയില കഷ്ണം കുറച്ച് ചാറും. മതി ചാറാക്ക്. മതി 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 മതിന്ന്. എല്ലാവർക്കും എത്തണ്ടേ. നമ്മളെ പറമ്പിലെ ചീര ദേശമില്ല. ദേശം ഇട്ടാ മതി കേട്ടാ. ദേശം മതി 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 മതി. എന്നാ പിന്നെ അതിന് നമ്മുടെ പച്ചമാങ്ങ ചേർത്ത് നമ്മുടെ അയിലക്കറി നോക്കട്ടെ. വലിയ കറിവേപ്പില ഇത് നോക്കട്ടെ. പച്ചമാങ്ങയുടെ പുളിയും മസാലയെല്ലാം കൂടി ആവുമ്പോണ്ടല്ലോ സംഭവം പുളി. അതിലൊരു കഷ്ണം പൊളിച്ചെടുക്കുക. നമ്മൾ പറമ്പിൽ ചീര. ഉച്ചക്കത്തെ സാമ്പാറാണ്. കറി സൂപ്പർ ആയിട്ടുണ്ടേ. ചെറിയ പുളിയെല്ലാം മാങ്ങയുടെ പുളിയെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവം ഇങ്ങനത്തെ അയിലക്കറി നല്ല രുചിയായിരിക്കും. എന്നാ പിന്നെ ഞാനിത് കഴിക്കട്ടെ. കുളിക്കാൻ നോക്കാം. അതായത് കഴിച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചു. എന്നാ പിന്നെ ഓക്കെ.